അതെ, ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മുളകുടച്ചതാണ്. മുളകുടച്ചതെന്ന് പറഞ്ഞാൽ നല്ല വറ്റൽമുളകും കൊച്ചുള്ളിയും ലേശം പുളിയും പാകത്തിനുപ്പും ചേർത്ത് നല്ലൊരു മുളകുടയ്ക്കൽ. പണ്ട് കാലത്ത് ഈ ഒരു മുളകുടച്ചതിന് വലിയധികം പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്തോ അത്ര വലിയ മുമ്പിലാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇതിൻ്റെ സ്ഥാനം. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ എരിവ് തന്നെയാണ്. ആ എരിവ് ഇന്നത്തെ കാലത്ത് ആർക്കും അത്രയ്ക്കും അങ്ങോട്ട് പറ്റത്തില്ല. എങ്കിൽ പണ്ട് കാലത്തോ കഞ്ഞി കുടിക്കണമെങ്കിൽ ഈ ഒരു മുളകുടച്ചത് നിർബന്ധവുമായിരുന്നു. എന്നാൽ ആ കഞ്ഞി കുടിച്ചതിൻ്റെ ഒരു നിർവൃതി കിട്ടണമെങ്കിൽ ഈ ഒരു മുളകുടച്ചത് കൂടിയേ തീരൂ. ആ പഴമകളിലെ ഓർമ്മയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. നല്ല വറ്റൽമുളകും കൊച്ചുള്ളിയും പച്ച വെളിച്ചെണ്ണയിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ മൂപ്പിച്ചെടുത്ത വറ്റൽമുളകും കൊച്ചുള്ളിയും അമ്മിക്കല്ലിൽ വെച്ച് ലേശം പുളിയും പാകത്തിനുപ്പും ചേർത്ത് നമുക്ക് വടുകനെ അരച്ചെടുക്കാം. അങ്ങനെ വടുകനെ അരച്ചെടുത്ത ഈ ഒരു കൂട്ടിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ശേഷം നല്ല ചൂട് കഞ്ഞിയോ നല്ല ചൂട് കപ്പയുടെ കൂടെയോ ഒന്ന് കഴിച്ചു നോക്കാം. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഞാൻ പറയുന്നത് പോലെയാണോ കഴിക്കുമ്പോഴുള്ള രുചിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത്രയൊക്കെ കഥകൾ ഈ ഒരു മുളകുടച്ചതിന് പറയാനുണ്ടാകുമെന്ന് നിങ്ങളാരെങ്കിലും ഓർത്ത് കാണില്ലെന്ന് എനിക്കറിയാം. എങ്കിലും മറക്കാതെ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ നമ്മുടെ പഴമയിലെ രുചിയെ.